everyone, welcome to Alha Sparkle Talk Day 11 of 365. ഇന്ന് നമ്മൾ ആമി മുയലിന്റെ കഥ സ്ഥിരം കേട്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ അതിൽ നിന്ന് മാറിയിട്ടുള്ള അതിന്റെ ബാക്കിയുള്ളൊരു സ്റ്റോറിയും കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോറിയിൽ അങ്ങനെ ആമയും മുയലും പന്തയം വെക്കും, അതിൽ ആമ ജയിക്കും. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് ജയിക്കും. മറ്റേത് മുയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അത് തോക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് രാജാവിൻ്റെ അടുത്ത് ചെന്ന് മുയൽ പറയും, എനിക്ക് ഒന്നുകൂടി വെക്കണം, എനിക്ക് ജയിക്കണം എന്നുള്ള രീതിയിൽ പറയും. ഒന്നുകൂടി മത്സരം വെക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ ആമ തോക്കും, മുയൽ ജയിക്കും. മുയൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടുമ്പോൾ മുയൽ ജയിക്കും. അത് കഴിഞ്ഞ് പിന്നെയും വന്ന് ആമ പറയും, മുയൽ ജയിച്ചു, എനിക്കും ജയിക്കണം എന്നുള്ള രീതിയിൽ വന്ന് രാജാവിനോട് പറയുമ്പോൾ രാജാവ് ചോദിക്കും, ഇനി എങ്ങനെ ജയിക്കും? അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ ഓടാൻ തുടങ്ങി, അതുകൊണ്ട് അവൻ എന്തായാലും ഈ പ്രാവശ്യവും ജയിക്കും എന്ന് പറയും. അപ്പോൾ ആമ പറയും, അല്ല, എനിക്ക് വെള്ളത്തിൽ ഓടുവാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ജയിക്കാൻ സാധിക്കും, മുയലിന് അത് പറ്റൂലല്ലോ എന്ന് പറയും. അപ്പൊ രാജാവ് പറയും, അന്ന് ഒന്നുകൂടെ നടത്താം. അങ്ങനെ നടത്തുമ്പോഴത്തേക്കും നമ്മുടെ ആമ തന്നെ ജയിക്കും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ അവർ ആദ്യത്തെ പന്തയത്തിൽ ആമ ജയിച്ചു. പക്ഷെ രണ്ടാമത് വന്നപ്പോൾ ആ മുയൽ എന്ന് പറയുന്ന അത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ ഏരിയയിൽ അത് ഓടിയപ്പോൾ അത് ജയിച്ചു. പക്ഷെ ആമയുടെ ഒരു ഏരിയ വന്ന് ആ വെള്ളത്തിൽ വന്നപ്പോൾ ആമ ജയിച്ചു. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ വളർത്തേണ്ട ഏരിയ ഏതാണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ പോയി എന്ത് ചെയ്താലും, നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏത് കാര്യം ചെയ്താലും നമ്മൾ അതിൽ ഉയരുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏത് ട്രാക്കിലൂടെയാണ് പോകുന്നത്? റൈറ്റ് ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ട്രാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ ട്രാക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.